നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ തമിഴിൽ കണ്ട പോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കമൻറ്റുകൾ, ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം നമ്മുടെ താഴെ തന്നെ കമൻറ്റായിട്ട് മറുപടി കൊടുത്തിരുന്നു. ഇപ്പോഴും ഒരുപാട് ആളുകളും വീണ്ടും സംശയമായി വരുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ള സംഭവം തന്നെയാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്. അതിപ്പോൾ പുതിയത് എടുക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ ഇതുവരെ നിലവിലില്ല. 2022 ഈ ഒരു മാർച്ച് മാസങ്ങളിൽ ഇപ്പോഴും അത് എടുക്കാനുള്ളൊരു അവസരം ഇപ്പോൾ നിലവിലില്ല. പുതിയത് എടുക്കാൻ അവസരം വരുമ്പോൾ നമ്മുടെ ചാനൽ അറിയിക്കുന്നതാണ്. ഇപ്പോൾ അവസരമുള്ളത് നമ്മുടെ കാർഡ് 2018 ശേഷം പുതുക്കിയിട്ടുണ്ടെങ്കിൽ ആ കാർഡിൽ ഉൾപ്പെട്ട അംഗങ്ങളുള്ള റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് നമുക്കിപ്പോൾ കാർഡ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ കാണുന്നവർ കാണുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെയല്ല. നമ്മൾ കാർഡ് എടുത്തെങ്കിൽ നമ്മൾ കാർഡ് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എങ്ങനെയാണ് അത് നമുക്ക് രണ്ടാമത് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ആ കാർഡ് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ കാർഡ് ലഭിച്ചിരുന്നില്ല, അങ്ങനെല്ലാം കേസുകൾ എന്താണ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാൻ പോകുന്നത്. നമുക്ക് വളരെ സിമ്പിളായി തന്നെ ഇപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ അന്ന് കൊടുത്ത ആധാർ നമ്പറും അതുപോലെ തന്നെ കൊടുത്ത ഫോൺ നമ്പറിൽ ഒരു OTP എന്ന് കഴിഞ്ഞാൽ വളരെ സിമ്പിളായി തന്നെ നമുക്കത് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതെങ്ങനെ എടുക്കാമെന്നുള്ള കാര്യം ഒന്ന് നോക്കാം. ഇപ്പോൾ വീഡിയോ കാണാം, വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചോദിച്ചാൽ അറിയുന്ന കാര്യങ്ങൾക്ക് മറുപടി തരാം. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരും നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നഷ്ടപ്പെട്ടു പോയവരോ അല്ലെങ്കിൽ കാർഡുകളെല്ലാം ഒന്ന് ശ്രമിച്ചു നോക്കുക. അവിടെ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനൊരു ലിങ്കായിരിക്കും കാണിക്കുക. അവിടെ ഡൗൺലോഡ് ആയുഷ്മാൻ കാർഡ് എന്നീ കാണുന്ന ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ സെലക്ട് ചെയ്യാൻ കാണിക്കുന്ന ഓപ്ഷൻ ആധാർ കാർഡാണ്. ജസ്റ്റ് അവിടെ ആധാർ കാർഡ് ഒന്ന് കൊടുക്കുക. അവിടെ ഫസ്റ്റ് കാണുന്ന സ്കീമിൽ ഏത് സ്കീമിൽ നിന്നാണ് നമുക്ക് കാർഡ് ലഭിച്ചത് അത് കൊടുക്കുക. PMJAY ആ ഇത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കേരള സ്റ്റേറ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, നമ്മളന്ന് കാർഡ് എടുക്കാൻ ആരെ കാർഡാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അവിടെ ആധാർ കാർഡായിരിക്കും അത് ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക. ആ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ താഴെ കാണുന്ന ആ ഒരു കോളത്തിൽ ഒന്ന് ടിക്ക് ബട്ടൺ ഇട്ടതിന് ശേഷം ജനറേറ്റ് OTP എന്നിലേക്ക് സെൻഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അന്ന് കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ശ്രദ്ധിക്കുക, നമ്മൾ അന്ന് കൊടുത്ത ഫോൺ നമ്പറിലേക്കാണ് OTP വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത ഫോണിലേക്കാണ് OTP വരുന്നത്. അവിടെ നമ്മൾ ആ OTP എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ OTP ലഭിച്ചിട്ടുണ്ട്. ആ OTP അവിടെ എത്തി. അതിനുശേഷം വെരിഫൈ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. 2 മിനിറ്റ് കാത്തുനിന്ന് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസായിരിക്കും കാണിക്കുക. അതിൽ നമ്മുടെ പേര്, അതുപോലെ തന്നെ ആ കാർഡ് എടുത്തത്, അതുപോലെ തന്നെ ആ കാർഡ് സംബന്ധമായിട്ട് എല്ലാ ഇതും കാണാൻ സാധിക്കും. അതിന് താഴെ ഡൗൺലോഡ് കാർഡ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു PDF ഫയൽ ഓപ്പണായി വരും. ആ PDF ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കി നോക്കാം. ഇപ്പോൾ അന്ന് നമുക്ക് എടുത്ത കാർഡ് നമുക്ക് അതിൻ്റെ പ്രിൻ്റ് ലഭിച്ചിട്ടുണ്ട്. ആ കാർഡ് പ്രിൻ്റ് എടുക്കുന്ന സമയം മറ്റു കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ആ കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. അതുപോലെ തന്നെ കാർഡ് നഷ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നെല്ലാം കാർഡ് എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി പുതിയ വീഡിയോ വീണ്ടും കാണാം. അതുവരെക്കും നന്ദി, നമസ്കാരം.